ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജുപോഡ്. മക്കളെ, നമ്മുടെ പബ്ലിക് എക്സാമിന് നമുക്ക് എന്തുണ്ടാകും? മാപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ. 4 മാർക്കിന് എന്താണ് എസ്സേക്ക് 4 മാർക്കിന് ഓരോ ചോദ്യങ്ങളായിട്ട് 4 ചോദ്യങ്ങളായിട്ട് മാപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ മാപ്പിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെട്ടാലോ? ഓക്കെ, എപ്പോഴും ആളുകൾക്ക് കുട്ടികൾക്ക് മാപ്പില് മാർക്ക് നഷ്ടപ്പെടാറുണ്ട്. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കുക. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പോർട്ടുകളാണ് നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യണത്. ഓക്കെ, ഒരുപാട് പ്രാവശ്യം പോർട്ടുകളെ ചോദിക്കാൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, ഓരോ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. അതിനു മുന്നേ മാപ്പില് നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ് അറിഞ്ഞിരിക്കണം. ഓരോ സംസ്ഥാനങ്ങളും അറിഞ്ഞിരിക്കണം. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോ സ്റ്റേറ്റുകളും അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആൻസർ അറിയാതെ എവിടെ കൊണ്ടുപോയി അടയാളപ്പെടുത്തണം എന്നുള്ള ഡൗട്ട് ഉള്ളവരുണ്ടായിരിക്കും. അതുപോലെ ഓരോ സംസ്ഥാനത്ത് പോർട്ട് ആണെങ്കിൽ തുറമുഖങ്ങളാണ് അടയാളപ്പെടുത്തുന്നതെങ്കിൽ എവിടെ തന്നെ പോയിട്ട് അടയാളപ്പെടുത്തണം? ആ കരഭാഗത്ത് കണ്ടോ, ഈ കരഭാഗത്ത് പോയിട്ട് തന്നെ അടയാളപ്പെടുത്തണം. ഓക്കെ, ഒരിക്കലും സംസ്ഥാനത്തിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് അടയാളപ്പെടുത്തിയാൽ മാർക്ക് കിട്ടില്ല. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ ഈസ് ദ പോർട്ട് സിറ്റുവേറ്റഡ് ഇൻ ഗോവ. അറിയാലോ, ഗോവയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? മർമഗോവ. അപ്പൊ അതിന്റെ ലൊക്കേഷൻ നിങ്ങൾ അറിയാതെ ബുദ്ധിമുട്ടൊന്നും വേണ്ട, ദേ ഇവിടെ കൊടുത്താൽ മതി. ഇനി നോർത്തും ഈസ്റ്റ് ഒക്കെ ഒന്ന് മാറ്റുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഈ കണ്ട, ഈ ചെറിയതാണ് നമ്മുടെ ഗോവ. അപ്പോ അതിന്റെ എവിടെ കൊടുക്കുക? മർമഗോവ. യെസ്, മർമഗോവ. അങ്ങോട്ട് പുറത്തോട്ട് തള്ളിയിട്ട് ആ ബോർഡറിന്റെ ഭാഗത്ത് വേണം മാർക്ക് ചെയ്യാൻ, കാരണം പോർട്ട് അവിടെയാണ് ഉണ്ടാവുന്നത്. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ദ ഇൻഡസ്ട്രിയൽ റീജിയൻ വേർ മേജർ കൺസെൻട്രേഷൻ ഓഫ് ജൂട്ട് മിൽസ് ആർ ഫൗണ്ട്. അല്ലെ, ചണ മില്ലുകൾ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്ന വ്യവസായശാല അല്ലെ വ്യവസായ മേഖല എവിടെയാണ്? ഹുഗ്ലിയാണ്. ഹുഗ്ലി റീജിയൻ എവിടെയാണ് വരുന്നത്? ഹുഗ്ലി റീജിയൻ എവിടെയാണ്? യെസ്, വെസ്റ്റ് ബംഗാളിലാണ്. നമ്മുടെ കണ്ടോ, ഈ വെസ്റ്റ് ബംഗാളാണ് ഈ ഭാഗം വരുന്നത്. ഈ ഒരു ഭാഗം, ഈ ഒരു റീജൻ ആണ് നമ്മുടെ ഹുഗ്ലി റീജൻ എന്ന് പറയും. ഓക്കെ, അപ്പോ ഹുഗ്ലി ഭാഗം, ഹുഗ്ലി റിവർ അറിയാലോ. ഓക്കെ, ഹുഗ്ലി റീജൻ ആണ് നമ്മുടെ കൽക്കത്തന്റെ ഭാഗമായിട്ട് വരും. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, ദ പോർട്ട് സിറ്റുവേറ്റഡ് ഇൻ മഹാനദി ഡെൽറ്റ. മഹാനദി ഡെൽറ്റയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏത്? ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം അല്ലെ. മഹാനദി എവിടെയാണ്? എവിടെയായിരിക്കാം? ഏതിലൂടെയാണ് ഒഴുകുന്നത്? അറിയാലോ, നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. മഹാനദി എങ്ങോട്ടാ? ഈസ്റ്റിലോട്ടാണോ വെസ്റ്റിലോട്ടാണോ? ഈസ്റ്റിലോട്ടാണ് അല്ലെ. നമ്മുടെ ബേ ഓഫ് ബംഗാളിലോട്ടാണ് അത് ഒഴുകുന്നത്. അപ്പൊ അത് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഒഡീഷന്റെ ഈ ഒരു ഭാഗല്ലേ, ഈ ഒരു ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്? പാരാദ്വീപ്. ഓക്കെ, പാരാദ്വീപ് പോർട്ട് വരുന്നത്. അടുത്തത് ദ ലീഡിങ് മാംഗനീസ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് അല്ലെ. മാംഗനീസ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഒഡീഷ. ഒഡീഷ അറിയാലോ, ഇതാണ് നമ്മുടെ ഒഡീഷ സ്റ്റേറ്റ്. കണ്ടല്ലോ, ഇതാണ് ഒഡീഷ സ്റ്റേറ്റ് വരുന്നത്. യെല്ലോ മാർക്ക് കൊണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് നമുക്ക് നോക്കാം, ദ ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം അറിയാലോ, ജവഹർലാൽ നെഹ്റു പോർട്ട് ആണ്. ജവഹർലാൽ നെഹ്റു പോർട്ട് എവിടെയാ വരുന്നത്? മുംബൈയിലെ മഹാരാഷ്ട്രയിലാണ് വരുന്നത്. മഹാരാഷ്ട്രയിലെ മുംബൈ പോർട്ടിന് താഴെയായിട്ട് അല്ലെ. മുംബൈ പോർട്ട് വരുന്നത് ഇവിടെയാണെന്ന് കരുതല്ല, ഇവിടെ തന്നെയാണ് മുംബൈ പോർട്ട് വരുന്നത് കേട്ടോ. ചുമ്മാ വെറുതെ നിങ്ങൾക്ക് ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടി എഴുതിയോ എന്നുള്ളൂ. മുംബൈ പോർട്ട് അവിടെയാണ്. പക്ഷെ നമ്മുടെ പോർട്ട് ഏതാണ്? ജവഹർലാൽ നെഹ്റു പോർട്ട്. അതിന് താഴെയായിട്ട് ആണ് ഏത്? ജവഹർലാൽ നെഹ്റു പോർട്ട് വരുന്നത്. ഓക്കെ, മുംബൈ പോർട്ടിന് താഴെയായിട്ട് ബോർഡറിൽ മാർക്ക് ചെയ്യാം. അടുത്തത് വിശാഖപട്ടണം പോർട്ടാണ് അല്ലെ.
ക്വസ്റ്റ്യൻ പറഞ്ഞില്ല. എ ലാൻഡ് ലോക്ക്ഡ് ഹാർബർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കരയാൽ ചുറ്റപ്പെട്ട തുറമുഖം ഏതാണ്? വിശാഖപട്ടണം. വിശാഖപട്ടണം ഏത് സ്റ്റേറ്റിലാണ്? അറിയാലോ, നമ്മുടെ ആന്ധ്രാപ്രദേശ്. ഇവിടെ എങ്ങനെ ആയിട്ട് വരും. ഏത്? വിശാഖപട്ടണം. വിശാഖപട്ടണം പോർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റേറ്റ് വിച്ച് റെക്കോർഡ് ദ ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി അക്കോർഡിംഗ് ടു 2011 സെൻസസ്. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ഏതാണ്? 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 അറിയാലോ ഏതാണ്? ബീഹാർ ആണ്. അപ്പൊ ബീഹാർ സ്റ്റേറ്റ് എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോ ഈ എല്ലോണ്ട് മാർക്ക് ചെയ്ത ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ബീഹാർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ആൻ ഓയിൽ റിഫൈനറി ഇൻ കേരള. കേരളത്തിലെ എണ്ണ ശുദ്ധീകരണശാല എവിടെയാണ്? ഓഫ് കോഴ്സ് നമ്മുടെ കൊച്ചി അല്ലെ. കൊച്ചി എവിടെ എങ്ങനെയാട്ട് വരിക? യെസ്, കൊച്ചി. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ദ നോർത്തേൺ മോസ്റ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വടക്കുള്ള അന്തർദേശീയ വിമാനത്താവളം ഏതാണ്? എവിടെയാണ്? ശ്രീനഗർ ആണ്. അപ്പൊ ശ്രീനഗർ ഏത് സ്റ്റേറ്റ് ആണ്? ജമ്മു ആൻഡ് കാശ്മീർ അല്ലെ. അപ്പൊ കാശ്മീർ ഏതാണ്? ഇതിന്റെ ഇവിടെയാണ് കാശ്മീർ വരും. അപ്പൊ ശ്രീനഗർ. അപ്പോ അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ ഓയിൽ ഫീൽഡ് ഓഫ് ദി കോസ്റ്റ് ഓഫ് മുംബൈ. മുംബൈയുടെ പുറം കടലിൽ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, മുംബൈയുടെ പുറം കടലിൽ സ്ഥിതി ചെയ്യുന്ന എണ്ണപ്പാടം ഏതാണ്? ഏതാണ്? മുംബൈ ഹൈ ആണ്. അപ്പൊ പുറംകടലാണ്. അപ്പൊ ഒരിക്കലും അതിർത്തിക്കുള്ളിൽ അവിടെ ഒന്നും കൊണ്ടു കൊടുക്കരുത്. മുംബൈന്റെ ഇവിടെ അല്ലെ, ഇവിടെ ഇങ്ങോട്ട് പുറത്തു പോയിട്ട് മാർക്ക് ചെയ്യുക. മുംബൈ ഹൈ പുറത്താണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. മുംബൈ ഹൈ. അടുത്ത ക്വസ്റ്റ്യൻ. ദ സ്റ്റേറ്റ് വിച്ച് ഈസ് ദ ലീഡിംഗ് പ്രൊഡ്യൂസിംഗ് ഓഫ് കോഫി അല്ലെ, കാപ്പിക്കുരു ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം? ഓഫ് കോഴ്സ് നമ്മുടെ കർണാടകയാണ് അല്ലെ. കർണാടക അറിയാലോ, ഈ കാണുന്നതാണ് കർണാടക സംസ്ഥാനം. കർണാടക. യെസ്. അടുത്തത് ദ ഹെഡ്ക്വാർട്ടർ ഓഫ് നോർത്തേൺ റെയിൽവേ സോൺ. ഉത്തര റെയിൽവേ സോണിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ന്യൂഡൽഹി അറിയാലോ, ഹരിയാനയിൽ നമുക്ക് ഈ കുഞ്ഞൊരു വട്ടം കണ്ട നിങ്ങള്, അതാണ് നമ്മുടെ ന്യൂ ഡൽഹി. ഓക്കെ, അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യുക, സ്റ്റേറ്റ് പോർട്ടുകള്. ഓക്കെ, ചിലപ്പോൾ ഇതേ ആൻസറിൽ ക്വസ്റ്റ്യൻസ് ഡിഫറെന്റ് ആയിട്ടും ചോദിച്ച് കാണാറുണ്ട്. അപ്പൊ ഈ മുംബൈ ഹൈ ഒക്കെ അടയാളപ്പെടുത്തുമ്പോൾ എന്താണ്? പുറത്ത് അടയാളപ്പെടുത്തേണ്ട, പുറത്താണ് അത് വരുന്നത്. അപ്പൊ ഓരോ ഭാഗങ്ങളും എന്ത് ചെയ്യുക, പഠിക്കുക. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. മാത്രമല്ല ഒരുപാട് നമുക്ക് മിനറൽ ആൻഡ് എനർജി, മിനറൽസ് എന്നുള്ള ചാപ്റ്റർ ഉണ്ടല്ലോ, നമുക്ക് ധാതുക്കൾ എന്നുള്ള ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഒരുപാട് മാപ്പ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പൊ ഇന്ന മിനറൽസ് കൂടുതലായിട്ട് കാണപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ആ ചാപ്റ്ററിൽ. അതൊക്കെ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. അതുപോലെ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന, ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളെ, പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാതെ വരെ ബൈ.